അല്ല, താങ്കൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടല്ലോ. ഞാൻ പറന്നുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ പറ്റിയതാണിത്. എന്റെ ചിറകനക്കാൻ പറ്റുന്നില്ല. ഒരുപാട് വേദന തോന്നുന്നുണ്ട്. അറിയില്ല ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന്. ഡ്രീംലാൻഡ് കാട്ടിൽ എല്ലാ മൃഗങ്ങളും പക്ഷികളും സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. ഒരു വൈകുന്നേരം ടീനുക്കിളി, മിട്ടുതത്ത, മൈന, പ്രാവ് അവരവരുടെ കിളിക്കൂടിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ 2 കഴുകൻ വന്നു. എന്തുണ്ട് കുരുവി കുഞ്ഞുങ്ങളെ? അല്ല, നിങ്ങൾ രണ്ടുപേരും പെട്ടെന്ന് എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഞങ്ങൾ നിങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാൻ വേണ്ടി വന്നതാണ്. ഇത് പറഞ്ഞ് കാലു കഴുകൻ ടീനുക്കിളിയുടെ ഒരു മുട്ടയെന്ന് തിന്നു. അയ്യോ! ഇത്ര ഉച്ചത്തിൽ കരയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊരു താക്കീതാണ്. നിങ്ങൾ ഉടൻ തന്നെ ഈ സ്ഥലം വിട്ടുപോയില്ലെങ്കിൽ ഇതുപോലെ നിന്റെ എല്ലാ കുഞ്ഞുങ്ങളെയും എന്നേക്കുമായി കൊല്ലും. നിങ്ങൾ എന്തിനാ ഇങ്ങനൊക്കെ ചെയ്യുന്നേ? ഞങ്ങൾ എവിടുന്ന് പുറത്താക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടാനാ? ഒരുപാട് ഗുണം ഞങ്ങൾക്കുണ്ട്. നിങ്ങൾ ഇവിടുന്ന് പോകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ഞങ്ങളുടെ കുടുംബവുമായി ഇവിടെ താമസിക്കാമല്ലോ. ഇവിടെ അടുത്ത് നദിയുമുണ്ട്. ഇവിടെ താമസിച്ചാൽ ഞങ്ങൾക്ക് വേണ്ട ഇരകളെയെല്ലാം ഇവിടുന്ന് തന്നെ കിട്ടുന്നതാണ്. ടീനുക്കിളി നന്നായി കരയാൻ തുടങ്ങി. ആ 2 കഴുകന്മാരുടെ ശബ്ദവും നല്ല ഉച്ചത്തിലായിരുന്നു. ഇത് കേട്ട് ചോട്ടുമാനും ബാക്കിയുള്ള മൃഗങ്ങളും അവിടെ എത്തി. നിങ്ങൾ എന്തിനാ ഞങ്ങളുടെ ഇവിടെയുള്ള പക്ഷികളെ ഇങ്ങനെ പേടിപ്പിക്കാൻ നോക്കുന്നേ? ഓഹോ, എന്താ കാര്യം? പക്ഷികൾക്ക് വേണ്ടി ഒരു മാൻ സംസാരിക്കുന്നോ? ഈ ഡ്രീംലാൻഡ് കാറ്റിൽ പക്ഷികളും മൃഗങ്ങളും എല്ലാം ഒരുപോലെയാണ്. ഇവിടുന്ന് നിങ്ങൾ പോകാൻ നോക്ക്, ഇല്ലെങ്കിൽ നല്ലതല്ല. ഇപ്പൊ ഞങ്ങൾ പോയിക്കോളാം. പക്ഷെ ഒരു ദിവസം ഞങ്ങളുടെ നേതാവിനെയും കൂട്ടി ഒരു ദിവസം ഞങ്ങൾ ഇങ്ങോട്ട് വരും. നോക്കിക്കോ. ഇത് പറഞ്ഞ് 2 പേരും അവിടെ നിന്ന് പോയി. ഇപ്പോ എല്ലാ പക്ഷികളും വല്ലാത്തൊരു ചിന്തയിലങ്ങ് പോയി. അവര് ഏത് കഴുകനെ കൊണ്ടിരുന്ന കാര്യമാ പറഞ്ഞത്? അവര് 2 പേരും പറന്ന് അവരുടെ സ്ഥലത്തേക്ക് എത്തി. അവിടെ ഏറ്റവും വലിയ കഴുകൻ ഗോൾഡി അവന്റെ നവജാത ശിശുവിന്റെ അടുത്ത് ഇരിക്കുകയായിരുന്നു. നിങ്ങൾ രണ്ടുപേരും എവിടെ ഈ കറങ്ങി നടക്കുന്നേ? ഓ, അതോ, ഭക്ഷണം തേടിയാ ഞങ്ങൾ അലഞ്ഞത്. കാട് ഒരുപാട് ദൂരെയല്ലേ? ഭക്ഷണം കിട്ടണമെങ്കിൽ കുറെ ദൂരം പോകേണ്ടതുണ്ടല്ലോ. അതിനെന്താ, ജീവിക്കണമെങ്കിൽ കഷ്ടപ്പെടേണ്ട അത്യാവശ്യമാണ്. ഞങ്ങൾ ഓർക്കുന്നത് ഡ്രീംലാൻഡ് കാട്ടിലെ പക്ഷികളെ അവിടെ നിന്ന് ഓടിക്കാമെന്നാണ്. അവിടെ കയറി നമ്മൾ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിൽ നടക്കും. താങ്കൾ ഇതിനുവേണ്ടി ഞങ്ങളോട് നിൽക്കണം. താങ്കൾ ഉണ്ടെങ്കിൽ അവർ ഉറപ്പായിട്ടും അവിടുന്ന് പേടിച്ചോടുന്നതാണ്. ഞാൻ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കില്ല. ആ പാവം പക്ഷികളെ അവിടുന്ന് ഓടിക്കുന്ന കാര്യത്തിൽ അതിന് ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുന്നതല്ല. അടുത്ത ദിവസം ചോട്ടുമാൻ തടാകത്തിൽ വെള്ളം കുടിക്കുകയായിരുന്നു. അപ്പോ ആരോ നിലവിളിക്കുന്ന ശബ്ദം അങ്ങ് കേട്ടു. അയ്യോ ഈശ്വരാ! ഇതാരുടെ ശബ്ദമാ? ഇത് കേട്ടവൻ നേരെ മുകളിലോട്ടങ്ങ് നോക്കി. അപ്പോൾ ഗോൾഡി കഴുകൻ ഭയങ്കരമായി ബുദ്ധിമുട്ടി പറക്കാൻ ശ്രമിക്കുന്നു. അവന്റെ ചിറകിൽ മുഴുവനും പട്ടത്തിന്റെ നൂൽവള്ളികളായിരുന്നു. എന്തൊരു വേദനയാണിത്! ഗോൾഡി ടപ്പേന്ന് പറഞ്ഞ് താഴെ വീണു. ഭയങ്കര വേദന എടുത്ത് കരയാൻ തുടങ്ങി. അല്ല, താങ്കൾക്ക് ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ടല്ലോ. ഞാൻ പറന്നുകൊണ്ടിരുന്നപ്പോൾ എങ്ങനെയോ പറ്റിയതാണിത്. എന്റെ ചിറകനക്കാൻ പറ്റുന്നില്ല. ഒരുപാട് വേദന തോന്നുന്നുണ്ട്. അറിയില്ല ഞാൻ ഇതിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നതെന്ന്. വിഷമിക്കേണ്ട, ഞാൻ സഹായിക്കാം. ഇത് പറഞ്ഞ് ചോട്ടുമാൻ അടുത്തോട്ട് പോയി. വളരെ ബുദ്ധിമുട്ടി അവൻ കൈകൊണ്ട് ആ നൂൽവള്ളികൾ എങ്ങനെയൊക്കെ ഊരിയെടുത്തു. പക്ഷെ അത് കാരണം അവന്റെ കൈകളിൽ മുറിവേറ്റു. പ്രിയ സ്നേഹിത, നീ വന്നതുകൊണ്ട് എന്റെ ജീവൻ തിരിച്ചു കിട്ടി. നിന്റെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതിന് നന്ദിയുടെ ഒന്നും ആവശ്യമില്ല. ആരെയെങ്കിലും അപകടത്തിൽ കാണുകയാണെങ്കിൽ അവരെ സഹായിക്കുന്നത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അവര് 2 പേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ടു.
എന്നിട്ട് ഗോൾഡി കഴുകൻ തിരിച്ച് അവന്റെ വീട്ടിലോട്ട് വന്നു. അവിടെ എത്തിയപ്പോഴേക്ക് അവൻ നോക്കുമ്പോ അവന്റെ കുഞ്ഞിനെ കാണുന്നില്ല. കൂടിന്റെ അകത്ത് ചോര വീണ് കിടക്കുന്നു. എന്റെ കുട്ടികൾ അവരെവിടെ പോയി? അവൻ ഭയങ്കര വിഷമത്തിലായി. അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കാനും തുടങ്ങി. അപ്പോഴേക്കും കാലു കഴുകനും മോട്ടു കഴുകനും അവിടെ എത്തി. ഞങ്ങളോട് ക്ഷമിക്കൂ ഗോൾഡി, നിന്റെ കുട്ടികളെ ദുഷ്ടരായ പക്ഷികളിൽ നിന്ന് രക്ഷിക്കാൻ കഴിഞ്ഞില്ല. ദുഷ്ടരായ പക്ഷികളോ? അവർ ആ ഡ്രീം ലാൻഡിലെ പക്ഷികൾ. അവരെല്ലാരും കൂടി ഒരുമിച്ച് ഇങ്ങോട്ട് വന്നിട്ട് ഞങ്ങളുടെ മുൻപിൽ വെച്ച് നിന്റെ മക്കളെ കൊന്നുകളഞ്ഞു. ശേഷം സമുദ്രത്തിലേക്ക് എറിഞ്ഞു. അവര് പറഞ്ഞു അവരെ ആരെങ്കിലും അവിടുന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ഞങ്ങളുടെയും കുട്ടികളെ കൊന്നുകളയുമെന്ന്. ഇത് കേട്ട് ഗോൾഡൻ കഴുകന് ഭയങ്കര ദേഷ്യം വന്നു. അവൻ പറഞ്ഞു, ആ പീറ പക്ഷികൾക്ക് ഇത്ര ധൈര്യമോ? അവരെന്റെ വീട്ടിൽ വന്ന് എന്റെ കുട്ടികളെ കൊല്ലാറായോ? അവരെ കുടുംബത്തോടെ ഞാൻ നശിപ്പിച്ചു കളയാം. ഇത് കേട്ട് രണ്ടുപേർക്കും സന്തോഷമായി. അങ്ങനെ അവർ ഡ്രീം ലാൻഡിലോട്ട് പറന്നുപോയി. പക്ഷികൾ അവർ രണ്ടരുടെ കൂടെ ഗോൾഡി വരുന്നത് കണ്ടപ്പോ എല്ലാരും പേടിച്ചു വിറച്ചു നിന്നു പോയി. എന്റെ ദൈവമേ, ഇത്രയും വലിയ കഴുകനോ? ഇവൻ നമ്മളെല്ലാരും കൊല്ലുമല്ലോ. ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. രണ്ട് കഴുകന്മാരും അവരുടെ കൊക്ക് വച്ച് കിളികളെ ഉപദ്രവിക്കാൻ തുടങ്ങി. അവരുടെ നിലവിളി കേട്ട് ബാക്കി മൃഗങ്ങളെല്ലാവരും കൂടെ അവിടേക്ക് വന്നു ചേർന്നു. നിങ്ങൾ ചെയ്യുന്നതൊട്ടും ശരിയല്ല. പാവം പക്ഷികളെ നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഉപദ്രവിക്കുന്നേ? ഇവര് പാവങ്ങളല്ല. ഇവരെ ഞാൻ വെറുതെ വിടില്ല. ഇവരെ ഇവിടെ നിൽക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഗോൾഡി വന്ന് രാമു ആനയുടെ തലയിൽ വന്ന് കൊത്താൻ തുടങ്ങി. നല്ല രീതിയിൽ തന്നെ ആനയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ആ, ആ, നിങ്ങൾ ഈ ചെയ്യുന്നതൊട്ടും ശരിയല്ല ദുഷ്ടന്മാരെ. അപ്പോഴേക്കും അവിടെ ചോട്ടുമാൻ എത്തി. ഗോൾഡി, നീ എന്താ ഈ ചെയ്യുന്നേ? അവൻ പറഞ്ഞ കാര്യം കേട്ട് ഗോൾഡി ഒന്ന് തിരിഞ്ഞു നോക്കി. ഗോൾഡിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു ദേഷ്യം കാണുന്നുണ്ടായിരുന്നു. രാവിലെ നീ അപകടത്തിൽപ്പെട്ട് കിടന്നപ്പോ ഞാനാ നിന്നെ സഹായിച്ചത്. എന്നിട്ട് നീ എന്റെ കാട്ടിലുള്ള പക്ഷികളെ ഉപദ്രവിക്കാൻ നോക്കുന്നോ? ഇവിടുത്തെ പക്ഷികള് എന്റെ കൂട്ടിൽ വന്നിട്ട് എന്റെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകളഞ്ഞു. അതുകൊണ്ട് ഒരിക്കലും ഞാൻ ഇവരെ സമാധാനത്തോടെ വിടില്ല. നീ എന്താ ഈ പറയുന്നേ? ഇവിടെയുള്ളവരാരും നിന്റെ കുട്ടികളെ ഒന്നും ചെയ്തിട്ടില്ല. എന്താണ് ഈ പറയുന്നത്? ഞങ്ങൾ വന്ന് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കൊന്നെന്നോ? അതിന് നിങ്ങളുടെ കൂടെ എവിടാന്ന് പോലും ഞങ്ങൾക്കാർക്കും അറിയത്തില്ല. ഇല്ലില്ല ഗോൾഡി, ഇവര് കള്ളം പറയുന്നതാ. ഇവര് തന്നെയാ നിന്റെ കുഞ്ഞുങ്ങളെ കൊന്നത്. അവര് രണ്ടുപേരുടെ പെരുമാറ്റം കണ്ടപ്പോ എന്തോ കുഴപ്പമുണ്ടെന്ന് ഗോൾഡിക്ക് തോന്നി. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതനുസരിച്ച് ഞാൻ ഈ പക്ഷികളെ ഉപദ്രവിക്കാൻ വന്നു. നിങ്ങൾ ആഗ്രഹിച്ചത് അതല്ലേ? ഞാൻ നിങ്ങൾ പറയുന്ന കേൾക്കണമെന്ന്. നീ തെറ്റിദ്ധരിച്ചു ഗോൾഡി. ഈ മാനാണ് രാവിലെ എന്നെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചത്. അതുകൊണ്ട് ഇവൻ പറയുന്നത് എനിക്ക് വിശ്വാസം തന്നെയാണ്. ഈ കാട്ടിലെ മൃഗങ്ങളെല്ലാം ദയാലുക്കളാണ്. അങ്ങനെയുള്ളവർ ഒരിക്കലും എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യില്ല. ഇങ്ങനെ പറഞ്ഞ് ഗോൾഡി അവരെ തിന്നു കളയെന്നുള്ള മട്ടിൽ നോക്കി തന്നെ നിന്നു. അവര് രണ്ടുപേരും പേടിച്ചു വിറച്ചു നിന്നു. നിങ്ങളുടെ പക തീർക്കാൻ വേണ്ടിയാണോ എന്റെ കുഞ്ഞുങ്ങളെ കൊന്നത്? ഇല്ല ഗോൾഡി, ഇത് കാലുവിന്റെ ഐഡിയയാണ്. ഗോൾഡി, ക്ഷമിക്കണം, ക്ഷമിക്കണം. നിന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്തില്ല. ഞങ്ങൾ ഒരു സ്ഥലത്ത് ഒളിപ്പിച്ചിരിക്കുകയാണ്. ഇത് കേട്ട് ഗോൾഡി ദേഷ്യത്തിൽ പറഞ്ഞു, എവിടെയാണ് എന്റെ കുട്ടികൾ? അവര് രണ്ടുപേരും ഗോൾഡിനെയും കൊണ്ട് ഒരു സ്ഥലം വരെ പോയി. അവിടെ നിന്ന് അവന്റെ കുഞ്ഞിനെ ഒരു കുഴപ്പവുമില്ലാണ്ട് കിട്ടി. ഗോൾഡി, എന്നാ ഞങ്ങള് പോട്ടെ. ശരിയെന്നെങ്കി. അവർക്ക് അവിടെ നിന്ന് ഓടിപ്പോകാനാണ് തോന്നിയത്. പക്ഷെ ഗോൾഡി അവരെ ഒരുപാട് തല്ലി. ഗോൾഡി, ഞങ്ങളോട് ക്ഷമിക്കൂ. അവര് രണ്ടുപേരെ അവശരാക്കി. അതിനുശേഷം ഡ്രീം ലാൻഡിലേക്ക് ഗോൾഡി അവന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നു. അങ്ങനെ അവനും ബാക്കിയുള്ള കിളികളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അങ്ങ് പറഞ്ഞ ജോലി തീർത്തിരിക്കുന്നു. എനിക്കിനി പുതിയൊരു ജോലി തരൂ. അയ്യോ, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. ജോലി തരൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കും. അല്ല, വേണ്ട വേണ്ട, എന്റെ കയ്യിൽ ജോലിയുണ്ട്, ഒരുപാട് ജോലിയുണ്ട്. കേക്കൂ. ബിരുദുള്ള ചെന്നായും പിന്നെ മടിയനായ കുറുക്കനും.
ഒരു കാട്ടിൽ ചെന്നായും ചെന്നായയുടെ ഭർത്താവായ കുറുക്കനും താമസിച്ചിരുന്നു. ചെന്നായാണെങ്കിൽ വിരുത്തുള്ളതും നല്ല കൂർമ്മ ബുദ്ധിയുള്ള ഒരാളായിരുന്നു. എന്നാൽ നമ്മുടെ കുറുക്കനാണെങ്കിലോ നേരെ തിരിച്ച്. അതേനേ, ഒന്ന് എണീറ്റ്, നിങ്ങൾ എത്ര നേരമായി ഉറങ്ങുന്നു? അവൾ അവനെ അലക്കിക്കൊണ്ടേയിരുന്നു. പക്ഷെ എന്ത് ചെയ്തിട്ട് അവൻ എണീറ്റില്ല. അതേ, നമുക്ക് ആഹാരം നോക്കാനും പോവണ്ടേ പുറത്തോട്ട്? നിങ്ങളൊന്ന് എണീക്കാത്ത എന്താ? നീ എന്താണ് പറയുന്നത്? അവൻ എണീറ്റപടിയെ ശ്വാസം മുട്ടി പറഞ്ഞു, എനിക്ക് വിശ്രമം വളരെ അത്യാവശ്യമാണ്. കണ്ടില്ലേ ഞാൻ എത്ര ക്ഷീണിതനാണെന്ന്? സത്യമാണ് ഞാൻ പറയുന്നത്. പക്ഷെ നിങ്ങൾ കുറെ മണിക്കൂറായിട്ട് ഉറങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ, പിന്നെ എങ്ങനത്തെ തളർച്ചയാണ്? ഉറങ്ങിയിരുന്നു. എന്നാൽ ഞാൻ കണ്ട സ്വപ്നത്തിൽ ഞാൻ തുടർച്ചയായി 2 മണിക്കൂർ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവൻ വീണ്ടും കണ്ണടച്ച് വിശ്രമിക്കാൻ തുടങ്ങി. ചെന്നായാണെങ്കിൽ ഒറ്റയ്ക്ക് തന്നെ വേട്ടയാടാൻ വേണ്ടി പുറത്തോട്ട് പോയി. വൈകുന്നേരം ആയപ്പോ അവള് തിരിച്ചു വന്നപ്പോൾ ഇപ്പോഴും അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതെ, ഇപ്പോഴെങ്കിലും ഒന്ന് എണീക്കോ, ഇനി ഉറങ്ങിക്കൊണ്ടിരിക്കാനുള്ള പരിപാടിയാണോ? കുറുക്കന്റെ മൂക്കില് മാംസത്തിന്റെ മണം വന്നപ്പോ തന്നെ ഉണ്ടല്ലോ, അവൻ ഞെട്ടി അങ്ങ് എണീറ്റു. തരൂ തരൂ, എവിടെയാണ് ഭക്ഷണം? പെട്ടെന്ന് തരൂ. ഇത് കേട്ടതോടെ ചെന്നായ വലിയൊരു കഷ്ണം മാംസം എടുത്ത് അവിടെ എറിഞ്ഞു കൊടുത്തു. അതവള് വേട്ടയാടി കൊണ്ടുവന്നതായിരുന്നു. രണ്ടുപേരും അത് സന്തോഷത്തോടെ കഴിക്കാൻ തുടങ്ങി. വാ, എന്ത് നല്ല രുചിയുണ്ടെന്നോ, നല്ല രസം. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോ തന്നെ നമ്മുടെ ചെന്നായ പറഞ്ഞു, വരൂ ഇനി കുറച്ചേരം നടക്കുന്നേ, രാവിലെ തൊട്ട് നിങ്ങൾ ഉറങ്ങുകയാണ്. അയ്യോ, നീ കണ്ടില്ലേ ഞാൻ എത്രത്തോളം മാംസം കഴിച്ചെന്ന്? ഇത്രയും കഴിക്കാൻ എന്ത് കഷ്ടപ്പാടാണെന്നോ. ഞാൻ വളരെ ക്ഷീണിതനാണ്. എനിക്കിപ്പോൾ വിശ്രമം അത്യാവശ്യമാണ്. ഇത് പറഞ്ഞുകൊണ്ട് അവൻ വീണ്ടും ഇറങ്ങി. എന്റെ ദൈവമേ, ഇത് എങ്ങനത്തെ കെട്ടിയവനാ എനിക്ക് കിട്ടിയത്? ജോലി ചെയ്യുന്നത് പോയിട്ടൊന്ന് എണീക്കുന്നത് പോലുമില്ല. എന്റെ തലയെഴുത്തെന്ന് പറഞ്ഞാ മതിയല്ലോ. അടുത്ത ദിവസം രാവിലെ അവർ രണ്ടുപേരും കിടന്നുറങ്ങുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കുരങ്ങൻ സ്വാമി അവരുടെ വീട്ടിലോട്ട് വന്നു. ഭിക്ഷ തരൂ ദേവി, എനിക്ക് ഭിക്ഷ തരൂ. അദ്ദേഹത്തിന്റെ ശബ്ദം കേട്ടപ്പോ തന്നെ രണ്ടുപേരും ഉറക്കത്തിന്ന് എണീറ്റു. നിങ്ങളെ കണ്ടിട്ട് വലിയ മഹാസ്വാമിയെന്ന് തോന്നുള്ളൂ. വരൂ, അകത്തോട്ട് വരൂ സ്വാമി, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ചെന്നായ കുരങ്ങൻ സ്വാമിനെ വീട്ടിലോട്ട് ക്ഷണിച്ചു. അദ്ദേഹത്തെ ഇരുത്തിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു, സ്വാമി ഇവിടെ തന്നെ ഇരിക്കണേ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആഹാരം നോക്കിയിട്ട് വരാമേ. ഇത് പറഞ്ഞിട്ട് ചെന്നായ അവിടെ നിന്ന് അങ്ങ് പോയി. കുറുക്കനാണെങ്കിൽ അവിടെ ഇരുന്ന് നമ്മുടെ ഈ സ്വാമിയോട് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ചെന്നായ പഴം, മാങ്ങ, മുന്തിരിങ്ങ എല്ലാം കൊണ്ടുവന്നു. ഇത് നോക്കൂ കുരങ്ങൻ സ്വാമി, ഈ ഫലങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. തീർച്ചയായും മോളെ, എനിക്ക് നല്ല ഇഷ്ടമാണ്. ഇത് പറഞ്ഞിട്ട് നമ്മുടെ കുരങ്ങൻ സ്വാമി ഫലങ്ങളൊക്കെ കഴിച്ചുകൊണ്ടിരുന്നു. കുരങ്ങനാണെങ്കിൽ കൊതിയോടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ആഹാരം കഴിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എണീറ്റ് നിന്ന് പറഞ്ഞു, വളരെ നല്ല ഭക്ഷണമായിരുന്നു മോളെ. എന്റെ പ്രാർത്ഥനകളിൽ ഞാൻ തീർച്ചയായും മോളെ ഓർക്കുന്നതാണ്. ഞാനിപ്പോൾ പോവുകയാണ്. അതെ അതെ, അങ്ങനെ പോലെ ഗുരുജി, അങ്ങൊരു സിദ്ധനല്ലേ. ഞങ്ങൾക്ക് എന്തെങ്കിലും തന്നിട്ട് അങ്ങ് പൊക്കോളൂ. ഞങ്ങൾക്കൊരു നല്ല വരം തരൂ. തീർച്ചയായും, പറഞ്ഞോളൂ, എന്തു വരമാണ് വേണ്ടത്? ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്ക് ജീവിതകാലം മുഴുവനും ജോലി എടുക്കാതെ കഴിയണം. അത് മതി. വീട്ടിൽ സുഖമായിരുന്നു ഭക്ഷണം കഴിക്കണം. ഭക്ഷണത്തിന് ഒരു കുറവും വരരുത്. തീർച്ചയായും മോനെ, ഞാൻ നിനക്ക് വരം നൽകുകയാണ്. നിന്റെ ഈ ആഗ്രഹങ്ങൾ ഉടൻ തന്നെ നിറവേറുന്നതാണ്. ഞാൻ പോകട്ടെ. ഇത് പറഞ്ഞിട്ട് നമ്മുടെ കുരങ്ങൻ സ്വാമി അവിടെ നിന്ന് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അവിടെ പുക പോലെ എന്തൊക്കെയോ വരാൻ തുടങ്ങി. പെട്ടെന്ന് തന്നെ അവിടെ പേടിപ്പിക്കുന്ന ഒരു കരടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. രക്ഷിക്കണേ, യമരാജനിതാ വന്നിരിക്കുന്നു. ഞാൻ യമരാജനല്ല, ഞാൻ കുരങ്ങുമുനിയുടെ വരദാനം നിറവേറ്റിത്തരാൻ വന്നതാണ്. ഇന്ന് നിങ്ങൾ ഒരു ജോലിയും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് വേണ്ടി എല്ലാ ജോലികളും ഞാൻ ചെയ്തോളാം. അത് കൊള്ളാലോ, ഇനി നല്ല രസമായിരിക്കും. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഒരു ജോലി തീരുമ്പോൾ തന്നെ നിങ്ങൾ എനിക്ക് അടുത്ത ജോലി ഏൽപ്പിച്ചു തരേണ്ടതാണ്. ഇനിയെങ്ങാനും നിങ്ങൾക്കെനിക്ക് ജോലി തരാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് പപ്പടമാക്കും. അതെ, നിങ്ങളിത് കേൾക്കുന്നുണ്ടോ? ഇത് നമുക്ക് പണിയാവും കേട്ടോ. നീയൊന്ന് ചുമ്മാതിരുന്നേ, ഞാൻ കൂടെ അവനെ കൊണ്ട് ജോലി ചെയ്യിച്ചുകൊണ്ടിരിക്കും. ഇത് പറഞ്ഞിട്ട് കുറുക്കൻ കരടിയോട് പറഞ്ഞു, ചെന്ന് എനിക്ക് വേണ്ടി സിംഹത്തിന്റെ മാംസം കൊണ്ടുവാ. വളരെ പുതിയതായിരിക്കണം. ഇത് കേട്ടതോടെ അവൻ അവിടുന്ന് പ്രത്യക്ഷമായി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ തന്നെ സിംഹത്തിന്റെ ഒരുപാട് മാംസങ്ങൾ കൊണ്ടുവന്നു.
കൊള്ളാലോ, പുതിയ മാംസം കഴിച്ചതിന്റെ രുചി പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത് കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് മറ്റെന്തെങ്കിലും ജോലി തരൂ, അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് നിങ്ങൾക്കറിയില്ലേ? അതെ, ഞാൻ പറയാം. ഒരു കാര്യം ചെയ്യേ, ഈ കാട്ടിൽ എനിക്ക് 3 ശത്രുക്കളുണ്ട്. ആനയും മാനും പിന്നെ ഹൈനയും. നീ പോയി അവരെ എല്ലാവരെയും വേദനിപ്പിക്ക്. അപ്പൊ അവരവരുടെ മുത്തശ്ശിയെ ഓർത്തോളും. ഇത് കേട്ടതോടെ രാക്ഷസനായ കരടി അവിടുന്ന് അപ്രത്യക്ഷമായി. ചെന്നായയും കുറുക്കനും കൂടെ മാംസം കഴിക്കുന്നതിൽ തിരക്കിലായി. അവരിപ്പോ പാതി മാംസമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. ആ രാക്ഷസൻ വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. അങ്ങ് പറഞ്ഞ ജോലി തീർത്തിരിക്കുന്നു. എനിക്കിനി പുതിയൊരു ജോലി തരൂ. അയ്യോ, ഇത് വല്ലാത്ത ബുദ്ധിമുട്ടായല്ലോ. ജോലി തരൂ, അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഇടിച്ച് ചമ്മന്തിയാക്കും. അല്ല, വേണ്ട, എന്റെ കയ്യിൽ ജോലിയുണ്ട്, ഒരുപാട് ജോലിയുണ്ട്, കേക്കൂ. കുറുക്കനാണെങ്കിൽ ആവശ്യമില്ലാത്ത ജോലികൾ അവന് കൊടുക്കാൻ തുടങ്ങി. ആ കാട് മുഴുവൻ വൃത്തിയാക്കിപ്പിച്ചു. തടസ്സമുണ്ടായിരുന്ന മരങ്ങളെ വരെ അവിടുന്ന് വെട്ടിമുറിപ്പിച്ചു. വെള്ളത്തിലുണ്ടായിരുന്ന അഴുക്ക് വരെ വറ്റിച്ചു. ഇത് കൂടാണ്ട് ഒരുപാട് ജോലികൾ അവന് കൊടുത്തുകൊണ്ടേയിരുന്നു. അയ്യോ, ഞാനിത് എന്ത് കഷ്ടത്തിലാ പെട്ടിരിക്കുന്നത്. ഞാൻ അവനെ ഗുഹ വൃത്തിയാക്കാൻ വേണ്ടി അയച്ചിരിക്കുക. അത് കഴിഞ്ഞാൽ അവൻ ഉടനെ തിരിച്ചു വരും. പിന്നെ അവന് കൊടുക്കാൻ എന്റെ കയ്യിൽ ഒരു ജോലിയില്ല. മിക്കവാറും ഞാൻ ഇന്ന് അവന്റെ തല്ല് കൊള്ളേണ്ടി വരും. ഞാനിനി അവന് ജോലി കൊടുത്തില്ലെങ്കിൽ അവൻ എന്നെ തല്ലി പഴുപ്പിക്കും. ഇതെല്ലാം പ്രശ്നം പറ്റിയത് നിങ്ങളുടെ ഈ മടി കാരണം തന്നെയാ. പാവമ്മ കുരങ്ങൻ സ്വാമി നമ്മുടെ വീട്ടിലോട്ട് വന്നത് ഇത്തിരി ആഹാരത്തിന് വേണ്ടിയാ. നിങ്ങൾ മനഃപൂർവ്വമാണ് അങ്ങേരിൽ നിന്ന് പിടിച്ചു വാങ്ങി ഈ വരം മേടിച്ചത്. അയ്യോ, എനിക്കെന്റെ തെറ്റ് മനസ്സിലായെന്നേ. അവൻ എന്നെ തല്ലും. ഞാൻ ചാവുന്നത് വരെ അവൻ ഇനി വിശ്രമം ഉണ്ടാവില്ല. നിങ്ങൾ എനിക്ക് ഇനി വാക്ക് തരണം. ഇനി മേലാൽ നിങ്ങൾ ഇങ്ങനെ മടിയനായിട്ട് ഇരിക്കില്ല എന്ന്. എന്നും കഷ്ടപ്പെട്ട് തന്നെ നിങ്ങൾ വേട്ടയാടാൻ വരുന്നു. രാത്രി മാത്രമേ നിങ്ങൾ ഇനി ഉറങ്ങാൻ പാടുള്ളൂ. ഞാൻ എന്തായാലും നിനക്ക് വാക്ക് തരുന്നു. പക്ഷെ അതുകൊണ്ട് ഇനി എന്താ പ്രയോജനം? അവൻ തിരിച്ചു വന്നാലുടൻ എന്നെ തല്ലാൻ തുടങ്ങും. ജീവൻ ബാക്കിയില്ലെങ്കിൽ പിന്നെ എന്ത് വാഗ്ദാനമാണ്? അതിന്റെ കാര്യം നിങ്ങൾ ആലോചിച്ച് എന്തായാലും ഇരിക്കണ്ട. ഇന്ന് ഞാൻ അവന് ജോലി കൊടുക്കാം. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ രാക്ഷസൻ കരടി അവിടെ പ്രത്യക്ഷപ്പെട്ടു. ഗുഹ വൃത്തിയാക്കുന്ന ജോലി പൂർത്തിയാക്കി. ഇനി പറയൂ, എന്റെ അടുത്ത ജോലി എന്താണ്? ഇപ്രാവശ്യം ഞാൻ നിനക്ക് ജോലി തരാം കേട്ടോ. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മുടെ ഈ കാടിന്റെ അകത്തോ ഒരു വലിയ നദിയുണ്ട്. അതിന്റെ അകത്ത് എത്ര മീനുണ്ടെന്ന് നീ എണ്ണി ഞങ്ങളുടെ അടുത്ത് പറയണം. ദൈവമേ, മീനിനെ എണ്ണാനോ? അതെ, പെട്ടെന്നാവട്ടെ, പോയി ജോലി തുടങ്ങ്. എണ്ണുന്ന കാര്യത്തിൽ ഒരു തെറ്റും പാടില്ലെന്ന് എനിക്ക് നിർബന്ധമാണ്. ശരി, ഞാൻ പോയിട്ട് വരാം. ഇത് പറഞ്ഞിട്ട് നമ്മുടെ രാക്ഷസനായ കരടി അവിടുന്ന് അപ്രത്യക്ഷമായി. നിനക്ക് ഉറപ്പുണ്ടോ അവൻ ഈ ജോലി പൂർത്തിയാക്കില്ലെന്നുള്ളത്? ഉറപ്പല്ലേ, അത് അവനെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല. രാക്ഷസനായ കരടി നദിയിലിറങ്ങി മീനുകളുടെ എണ്ണം നോക്കാൻ തുടങ്ങി. മീനുകളാണെങ്കിലോ അവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാനും തുടങ്ങി. ചില മീനുകളെ കാണുമ്പോൾ ഒരുപോലെ തോന്നുകയും ചെയ്യും. അയ്യോ, ഈ ജോലി വളരെ ബുദ്ധിമുട്ടാണല്ലോ. പക്ഷെ എന്തു ചെയ്യാം, ചെയ്തല്ലേ പറ്റൂ. അങ്ങനെ പറഞ്ഞതുകൊണ്ട് അവൻ ആ മീൻ എണ്ണുന്ന ജോലി അങ്ങനെ തുടർന്നുകൊണ്ടേയിരുന്നു. ഇപ്പുറത്താണെങ്കിൽ നമ്മുടെ കുറുക്കന്റെ സ്വഭാവം മാറിത്തുടങ്ങി. അവൻ അവന്റെ മടിയനായ സ്വഭാവം മാറ്റി. ചെന്നായ ജോലി ചെയ്തുകൊണ്ടിരുന്ന പോലെ തന്നെ അവനും ജോലി ചെയ്യാൻ തുടങ്ങി. രാക്ഷസൻ കരടിയാണെങ്കിൽ ഇപ്പോഴും നദിയിൽ തന്നെ മീനുകളുടെ എണ്ണം നോക്കിക്കൊണ്ട് തന്നെ ഇരുന്നു. പക്ഷെ അവൻ ഒരിക്കലും അതിൽ വിജയിക്കാൻ പറ്റത്തില്ല.